ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഇൻട്രാക്റ്റീവ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി, ഇന്നത്തെ വീഡിയോയിൽ യദു ഉണ്ട്. യദു സലികുമാർ ഇൻട്രൊഡ്യൂസിങ് മൈ ഹസ്ബൻഡ്. ഓക്കെ, അപ്പം ഞാൻ ഒത്തിരി ഡ്യൂറേഷൻ ആക്കുന്നില്ല, എന്നാലും എനിക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ശരിക്കും ഒരു മാസമായി. കഴിഞ്ഞ മാസം 28-ാം തീയതി ആയിരുന്നു കല്യാണം. ഞാൻ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ, എനിക്കൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ചെറുതായിട്ട് 10-20 വെച്ച് കൂടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹൽദിക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഗെയിം സെഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെയിം ക്വസ്റ്റ്യൻസ് 2 പേർക്കും, എന്നിട്ട് അതിൽ ആരാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ശരിക്കും ഞാൻ നെറ്റിൽ നിന്നും ഒക്കെ കുറേ എഴുതി ഇപ്പോൾ വെച്ചു. പിന്നെ ഹൽദിയുടെ അന്ന് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അന്ന് അത് അത്ര ഒരു നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ശരിക്കും അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ലൈവ് ആയിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എദുസ്കയ്ക്ക് അറിയാമല്ലോ ഗെയിം എന്തുവാന്ന്. എദുസ്ക ക്യാമറയിൽ അധികം സംസാരിക്കില്ല, ഞാനായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് യദു, ഇത് മാളു. അപ്പം ഒരു സെയിം കോമൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2 പേർക്കും. അപ്പം ആൻസർ ആരാണോ വെച്ചാൽ ഹൂ ഈസ് മോർ ലൈക്ലി ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എല്ലാവർക്കും ഗെയിം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട്. യെസ്, ഓക്കെ. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ ഒരാൾ കാണിച്ച് കഴിഞ്ഞിട്ട് ഒരാൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരുമിച്ച് കാണിക്കണം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം താത്ത് വെച്ചോ. വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ് ആലോചിക്കാവേ കാണിക്കുന്നതിന് മുമ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യുന്നത്? നമ്മൾ 2 പേരിൽ കൂടുതൽ സമയം 2 പേരും യൂസ് ചെയ്യും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കണം. കൂടുതൽ സമയം ആരാണ് ഫോൺ യൂസ് ചെയ്യുന്നത്? അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഏതോ അപ്പം നമുക്ക് കോമ്പാറ്റബിൾ പോയിന്റ് 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഏതോ. നമുക്കത് കണ്ണടച്ചിട്ട് ചെയ്യാം. നീ പൊക്കുമ്പോൾ അപ്പം അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല, ദിവസം കാണുന്നില്ലല്ലോ. പക്ഷെ അത് ശരിയാണ്. ആരാണ് കൂടുതൽ ടോക്കറ്റീവ്? അത് എനിക്കറിയാം, അത് കറക്റ്റ് പറയണം, എനിക്കറിയാം. ഇനി ആരാണ് കൂടുതൽ കെയറിങ്? ആണോ? ഓക്കെ, ഇച്ചിരി സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? എന്നാൽ കുഴപ്പമില്ല. ഇനിയും ആരാണ് കൂടുതൽ ഫുഡി? 2 പേരിലൊരു കൂടുതൽ ഫുഡി ആരാണ്? ഇപ്പം നമ്മൾ 6 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നമ്മളെല്ലാം സെയിം അല്ലേ പറഞ്ഞേ? എല്ലാം സെയിമാണ്. ഇനിയും ആരാണ് വഴക്ക് ഉണ്ടാക്കുന്നത്? അത് ഞാനാ. ആരാണ് ആദ്യം സോറി പറയുന്നത്? രണ്ടും സമ്മതിക്കുന്നില്ല. അതിപ്പോൾ ഞാൻ സോറി പറയാറുണ്ട്, പക്ഷെ അല്ലേ ഇതൊക്കെ സോറി ആയിട്ട് 2 പേരും പറയും. അത് 2 പേരും കാണിച്ചു തരാം. ആരാണ് ആദ്യം ഉറങ്ങുന്നത്? ആദ്യം ഉറങ്ങുന്നത് ഞാനാ. ആരാണ് രാവിലെ എണീക്കുന്നത്? ഡേ ഇൻ മൈ ലൈഫ് ഞാനൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഉണരും, പക്ഷെ എതൊക്കെ ഉണർന്നിട്ട് പിന്നെയും കട്ടിലെ കിടക്കും കുറെ നേരം. എണീറ്റ് കട്ടിലിൽ നിന്ന് ആദ്യം പോകുന്നത് ഞാനാ. ഇനി ദേഷ്യം കൂടുതൽ ആർക്കാണ്? വൃത്തി കൂടുതൽ ആർക്കാണ്? അതും എതോസ്കിക്കാം. മടി കൂടുതൽ ആർക്കാണ്? അതും എതോസ്കിക്കാം. കുക്കിംഗ് കൂടുതൽ ചെയ്യുന്നത് ആരാണ്? അത് ഞാൻ. ട്രാവൽ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം ആർക്കാണ്? സോറി
എദോസ്കെ. കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നത് ആര്? അത് എദോസ്കെ. കൂടുതൽ ഈശ്വര വിശ്വാസി ആരാണ്? അത് ഞാൻ. കൂടുതൽ കേട്ടോ, കൂടുതൽ ഇമോഷണൽ ആരാണ്? അത് എദോസ്കെ അല്ലേ ഇമോഷണൽ? ഞാനും ഇമോഷണലാണ്. പേഷ്യൻസ് കൂടുതൽ ആർക്കാണ്? അതെനിക്കാ. കൂടുതൽ ഫണ്ണി ആരാണ്? രണ്ടുപേരും ഫണ്ണിയാണ് അല്ലേ? അങ്ങനെയൊക്കെ. അതെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ 19 ക്വസ്റ്റ്യൻ ഇവിടെ ഒട്ടും ലെങ്ത് ഇല്ല, 6 മിനിറ്റ് ആയുള്ളൂ, പെട്ടെന്ന് പോയി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൂടുതൽ ഡ്രാമാറ്റിക് ആരാണ്? ഓക്കെ, നമ്മൾ ശരിക്കും സ്കോർ ഇട്ടില്ലല്ലേ? എന്നാലും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാം. അപ്പൊ ഞങ്ങൾ ശരിക്കും ഈ കാറിനകത്ത് വെച്ചാൽ, കാരണം വോയിസ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞു, ഡിസ്റ്റർബൻസും ഇല്ല. അപ്പൊ ഇതൊക്കെ എന്താ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ 1 മാസമായിട്ട് എന്താ തോന്നുന്നത്? കല്യാണത്തിന് മുമ്പുള്ള ജീവിതവും കല്യാണത്തിന് ശേഷം ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ? വ്യത്യാസമുണ്ട്. വ്യത്യാസങ്ങൾ ഇഷ്ടം പോലെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതെ. നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയല്ലേ. അതെ. പഴയ പോലെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടും ചെയ്യണം, എല്ലാം ആലോചിക്കണം. എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഞാൻ കുറെ വർഷം ഒറ്റയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ഒത്തിരി സമയം എനിക്കായിട്ട് സ്പെൻഡ് ചെയ്തിട്ടേ, എനിക്ക് പെട്ടെന്ന് ഒരാൾ വന്നപ്പം എനിക്ക് ആ ഒരു സ്പേസും എല്ലാം ഇതൊക്കെ കൂടെ കൊടുക്കണമല്ലോ. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നല്ലോ ഒത്തിരി വർഷം. അപ്പം പെട്ടെന്ന് നമ്മൾ 2 പേര് വന്നപ്പോൾ ഉള്ള ഒരു സംഭവം. പക്ഷെ നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി. അപ്പം കല്യാണത്തെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ കല്യാണം ശരിക്കും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസർവേറ്റീവ് രീതി നോക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും ഞാൻ എങ്ങനെയാണോ എൻ്റെ കല്യാണം എങ്ങനെയാണോ നടക്കണം എന്ന് ആഗ്രഹിച്ചത്, സോ അതേപോലെയാണ് എൻ്റെ കല്യാണം. A to Z എല്ലാ പ്രോഗ്രാംസും അതേപോലെയാണ് വന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് സംഭവിക്കുമ്പം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടും സംഭവിക്കണം. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ പറയാനുള്ളത്, നമ്മൾ ഹാപ്പി ആയിരിക്കണം അല്ലേ? ഒരു കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. അപ്പം ഞാനിപ്പം കഴിഞ്ഞ കാര്യങ്ങളിൽ ഹാപ്പി ആയിരുന്നു എന്നാണ് പറയുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ അല്ല എത്രത്തോളം ഹാപ്പി ആയിരിക്കും നമുക്ക് ഒരിക്കലും ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കോൺസെപ്റ്റ്സും അവരവരുടേതായിട്ടുള്ള ഓരോ വിശ്വാസങ്ങളും എന്താ പറയുക കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കോൺസെപ്റ്റ് ആയിരിക്കണമെന്നല്ല വേറൊരാളുടെ കോൺസെപ്റ്റ്. അപ്പം നമ്മൾ കൂടുതൽ ആൾക്കാരെ ജഡ്ജ് ചെയ്യാതിരിക്കുക, നമ്മൾ നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ പാർട്ട്ണർ നമുക്ക് പറ്റിയ ഒരാളാണെന്ന് മാത്രം നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഉണ്ടോ ഞങ്ങൾ ഭയങ്കര കമ്പാറ്റബിളാണ്. എന്നാലും ഒരു വാക്ക് പറ. അല്ല, കല്യാണത്തെ പറ്റി അടിപൊളിയായിരുന്നു. സത്യമായിട്ടും നല്ലതായിട്ട് എൻജോയ് ചെയ്ത കല്യാണമായിരുന്നു. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിവേ ഇപ്പം ഇത് ഞാൻ കുറേ വ്ളോഗ് ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രാക്റ്റീവ് സെഷൻ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം ഞങ്ങളിത് ശരിക്കും ഇത് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ ഹൽദിക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സത്യത്തിൽ മറന്നുപോയായിരുന്നു. ഇപ്പോൾ ലൈവായിട്ടാണ് ആൻസർ ചെയ്തത്. അപ്പം നമ്മൾ നിലവിൽ കമ്പാറ്റബിളായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ അല്ലേ ചേരാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ മീൻ ഓപ്പോസിറ്റാണ് ചില കാര്യങ്ങളിൽ. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളും അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ. കാരണം നമുക്ക് എപ്പോഴും അങ്ങനെ ഒരാൾക്ക് വേണ്ടി കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ ലൈഫിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു സ്ട്രെസ്സായിട്ട് നമ്മുടെ മനസ്സിലേക്ക് മാറും. അപ്പോൾ നമ്മൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല പറയുന്നത്, നമ്മൾക്ക് ഒരു ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ പരസ്പരം ഇഷ്ടത്തോടു കൂടി ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കും. അതല്ലാണ്ട് നമ്മൾ ടോട്ടലി ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും യദുവിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അല്ലേ, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, ഇപ്പം ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്ത്, യദു എങ്ങനെയാണോ അങ്ങനെ യദുവിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ തന്നെ അതിനകത്തൊരു രസമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇനിയും കല്യാണം കഴിക്കാനായിട്ട് പോകുന്നവരുടെ അടുത്ത് എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്.
ഇതിനു മുമ്പ് ഞാൻ പോയിന്റ് ഓഫ് വ്യൂ ഓൺ കല്യാണം എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് ശരിക്കും ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ടല്ല പറഞ്ഞത്, ഞാനൊരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ എൻ്റെ ഒരു കല്യാണ ജേർണി, ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ മാത്രമായിട്ടൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ യദുവസ്കി ഈ വീഡിയോയിൽ കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങൾ പഴയ ആൾട്ടോ കാറിനകത്തിരുന്നാണ് ചെയ്യുന്നത്. ഇത് ഐഡിയ തന്നത് യദുവസ്കിയാണ്. അപ്പോൾ ഓക്കെ, എനിവേ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യുക അല്ലേ. സ്കോർ ഞാൻ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ പീസ് ഔട്ട്. പീസ് ഔട്ട്, ബൈ.